ആഷിഖ് കപൂറിൻ്റെ റിഫിൽ ക്ലബ് എന്ന സിനിമയുടെ ഭാഗത്തുനിന്ന് വിജയരാഘവൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. തെലുങ്ക് ചിത്രമായ കാ എന്ന സിനിമയുടെ മലയാളം വെർഷൻ ഇന്ന് കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. വേഫർ ഫിലിംസ് ആണ് ഈ ഒരു സിനിമ കേരളത്തിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ കേരളത്തിലെ തിയേറ്റർ ലിസ്റ്റും ഇപ്പോൾ വന്നിട്ടുണ്ട്. ബേസിൽ ജോസഫ് നസ്രിയ കോംബോയിൽ വന്ന സൂക്ഷ്മദർശിനി എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിൽ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് ആണ് നേടിയിരിക്കുന്നത്. ബേസിൽ ജോസഫിൻ്റെ അടുത്തൊരു ഹിറ്റായിട്ട് മാറും ഈ ഒരു സിനിമ എന്നാണ് ട്രാക്കേഴ്സ് ഒക്കെ പറയുന്നത്. ഒരു മിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് സൂക്ഷ്മദർശിനി. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. വെട്രിമാരൻ്റെ വിടുതലൈ പാർട്ട് 2 എന്ന സിനിമയുടെ ഓഡിയോ ട്രെയിലർ ലോഞ്ച് 26-ാം തീയതി ഉണ്ടാകുമെന്ന് ഇപ്പോൾ സിനിമയുടെ ടീം കൺഫേം ചെയ്തിട്ടുണ്ട്. ഡിസംബർ 20-ന് ക്രിസ്മസ് റിലീസായിട്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വരുൺ ധവാന്റെ ബേബി ജോൺ എന്ന സിനിമയുടെ ഫസ്റ്റ് സിംഗിളിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. കീർത്തി സുരേഷും വരുൺ ധവാനുമാണ് ഈ ഒരു ഗാനരംഗത്തിലുള്ളത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഈ ഒരു സോങ്ങിൻ്റെ പ്രൊമോ വീഡിയോ വരും. സോങ് റിലീസ് ചെയ്യുന്നത് നവംബർ 25-ാം തീയതിയാണ്. പുഷ്പ 2 സിനിമയുടെ ഭാഗത്തുനിന്ന് കിസ്ക് എന്ന സോങ്ങും ഈ വരുന്ന 24-ാം തീയതി രാത്രി 7:02-ന് റിലീസ് ചെയ്യും. പുഷ്പ 1-ൽ ഐറ്റം സോങ്ങിൽ സാമന്തയാണെങ്കിൽ സിനിമയുടെ 2ാം ഭാഗത്തിൽ ശ്രീലീലയാണ് ഐറ്റം സോങ്ങിൽ വരുന്നത്. പുഷ്പ 2 സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി അല്ലു അർജുൻ 27-ാം തീയതി കൊച്ചിയിലെത്തുന്നുണ്ട്. പുഷ്പ 2 സിനിമയുടെ റിലീസ് ഡിസംബർ 5-നാണ്. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.